Good afternoon, all. Good afternoon, ma'am. Good afternoon. Prayer ആരാണ്? Pada, ma'am. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the worlds, the beneficent, the merciful. Honor of the day of judgment, we do we worship, we do we astray. Guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the worlds, the beneficent, the merciful. Thank you, Miss. Okay. Signing and thought of the day ഉണ്ടോ? ഓക്കെ, ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? Normalization and deviation. സ്റ്റാർട്ട് ചെയ്തോ? അത് എവിടെ വരെ കിട്ടിയെന്ന് പറയാമോ? Love of silence വരെ പറഞ്ഞായിരുന്നു. ലവ് ഓഫ് സയൻസ്. ഓക്കെ, നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് ആ സൈലൻസ് വളരെ ഇഷ്ടമായിരിക്കും. നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസേഷൻ ആണ്. ഓക്കെ, നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമ്മള് നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ആദ്യം പറഞ്ഞ എന്താണ്? ലവ് ഓഫ് ഓർഡർ ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് അവരുടെ എൻവയോൺമെന്റിനോട് വളരെ ഇഷ്ടമുണ്ടാവും. അതേപോലെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഓർഡർ ഉണ്ടല്ലോ, ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഓർഡർ, ആ ഓർഡർ കുട്ടികൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളും. അതേപോലെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. എന്നുവെച്ചാൽ ലവ് ഓഫ് വർക്ക്, അവർക്ക് വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ആ വർക്ക് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടം. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും ആ പ്രോസസ്സിന് അവർ ഒരുപാട് ഇഷ്ടപ്പെടും. ദെൻ നമ്മൾ പറയുന്നത് മെന്റൽ കോൺസെൻട്രേഷൻ. നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി നേരം അവരുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണോ നമ്മുടെ ഔട്ടർ വേൾഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിലുള്ളത്, അതിന്റെ തന്നെ ഒരു മിനിയേച്ചർ ആണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എന്താവും, അറ്റാച്ച് ആവാൻ പറ്റും, റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലവ് ഓഫ് സൈലൻസ്, നമ്മള് ലാസ്റ്റ് പറഞ്ഞത് ലവ് ഓഫ് സൈലൻസ് ആണ്. നമ്മളവിടെ പറഞ്ഞു നമ്മൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അല്ലെ, കോൺസെൻട്രേഷൻ സമയത്ത് ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? ഒറ്റപ്പെടുത്തുകയാണ് ഉദ്ദേശിച്ചത് അവരുടെ മൈൻഡിനെയാണ് അവര് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐസൊലേറ്റ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. നമ്മൾ കോൺസെൻട്രേഷന്റെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ മൈൻഡിനെ എന്ത് ചെയ്യാൻ പറ്റും? ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി നേരം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവർക്ക് ഒരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റും. അപ്പോ ആ ഒരു ലവ് ഓഫ് സൈലൻസ് വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇവിടെ വരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട് വരാണെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം. അതേപോലെ ഞാൻ സ്പീഡിൽ ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ സ്പീഡിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ സ്പീഡിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്നോട് പറയുന്നുണ്ട് സ്പീഡ് കൂടുതലാണ്, മനസ്സിലായിരിക്കും, അപ്പൊ തന്നെ പറയുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസിസ്റ്റ്. എന്ന് വെച്ചാൽ ഇൻസിസ്റ്റിന്റെ മീനിങ് ഇൻബിൽഡ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആണ്. നമ്മള് ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് ദ മൂഡ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് to their prepared environment and to all enhancing the occupation contained it. നമ്മുടെ കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക്, നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഈ ഒരു എൻവയോൺമെന്റ് വർക്ക് ചെയ്യാൻ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും.
ഈസ് ദാറ്റ് ഓഫ് ഇന്റൻസ് ലവ്. അവർക്ക് ഇന്റൻസ് ലവിന്റെ ഇതിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് അത് എന്ത് ചെയ്യും, എനിക്ക് വേണം എന്നുള്ള ചിന്തയൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഒരു കുട്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ ആ വർക്കിനോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവരെന്ത് ചെയ്യും, സൈലന്റ് ആയിട്ട് നല്ല പേഷ്യൻസോട് നിൽക്കും. അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചത് റീപ്ലേസ് ചെയ്യുന്ന വരെ അവർ ആ സൈലൻസിൽ നിൽക്കും. എന്നിട്ടായിരിക്കും ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് അവർ വർക്ക് ചെയ്യുന്നത്. നോട്ട് ക്യൂബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്റൻസ് ലവ് ആയിരിക്കും, ആ മെറ്റീരിയൽസിനോട് നല്ല ഇഷ്ടമായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയാ, അല്ലാതെ എന്താ പറയാ എനിക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ ചിന്തകളൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇന്റൻസ് ലവിന്റെ ബേസിലാണ് അവർ ഓരോ വർക്കുകൾ ചെയ്യുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ മെറ്റീരിയൽസിനോട് നമ്മുടെ കുട്ടികൾക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഇഷ്ടമായിരിക്കും. അവർക്ക് ആ വർക്ക് ചെയ്യുന്ന ആ ജേർണി, ആ ഒരു പ്രോസസ്സിനെയാണ് കുട്ടികളെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ എൻഡ് റിസൾട്ട് ഫസ്റ്റ് ആവണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയല്ല നമ്മുടെ കുട്ടികൾക്കുള്ളത്. അവർ ആ ജേർണി ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഈസ് ട്രൂ ദാറ്റ് in the first flash of the enthusiasm, children may wish to make the materials come with them. ആദ്യം നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഫസ്റ്റ് വരുന്ന ചിന്തകൾ മെറ്റീരിയൽസ് വീട്ടിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് മെറ്റീരിയൽ എന്ത് വേണം, എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ചിന്തയില്ലേ കുഞ്ഞു കുട്ടികളല്ലേ, അവർക്കത് വീട്ടിൽ കൊണ്ടുപോകണം, അവർക്ക് അവിടെ വെച്ച് കളിക്കണം, അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും. ഇത് കുഞ്ഞു കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പൊ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മേ ബി 1 or 2 months കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് വെക്കും. പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സാമിന് മുമ്പൊക്കെ ആയിട്ട് ഒരു 1 month മുമ്പ് ബിഫോർ ആയിട്ട് പ്രാക്ടിക്കൽ ക്ലാസ് വരും. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമോ നിങ്ങൾ? അടുത്തുള്ളവരുണ്ടോ? ഉണ്ട്. അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ് എന്തെന്ന് പറഞ്ഞേ മനസ്സിലായില്ല മാം. എടാ നമ്മളെ കുറച്ച് കഴിയുമ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ് വെക്കുന്നുണ്ട്. ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ. അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കാണിച്ച് അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോ ആദ്യം നമുക്ക് ആ മെറ്റീരിയൽസ് ഒക്കെ വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്തയായിരിക്കും സാധാരണ കുട്ടികൾക്ക് വരാം. ഇനി ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പൊ നമുക്ക് തന്നെ മുതിർന്നവർക്ക് പോലും നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസിനോട് വളരെയധികം ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് വേണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പോ ഇത് തന്നെയാണ് ഒരു പുതുതായിട്ടൊരു കുട്ടി നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവന് തോന്നുന്ന ഫീലിംഗ്. കാരണം അവൻ ആ മെറ്റീരിയൽസ് എങ്ങനെയെങ്കിലും അവർ സ്വന്തമാക്കണം, അല്ലെങ്കിൽ അവരെ മാത്രം അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ത്രൂ അവൻ റിപ്പീറ്റ്ലി നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് വരുന്നതിന്റെ ഭാഗമായിട്ട് അവൻ മനസ്സിലാക്കും ഈ മെറ്റീരിയൽസ് എന്താണ്, എനിക്ക് മാത്രം കൈവശം വയ്ക്കാനുള്ളതല്ല, ബാക്കിയുള്ളവർക്കും അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് അവർ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഇത് നോക്കാട്ടോ. It is true that the first flash of the enthusiasm in children may wish to take the material with them. അവർക്ക് ആ മെറ്റീരിയൽ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയായിരിക്കും വരുന്നത്. Then the reason why normalized child has this defects of always waiting to process things is because he has limited his interest in them. പക്ഷേ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ആ ഒരു തിങ്സിലെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അവൻ ഐഡന്റിഫൈ ചെയ്യും ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. നമ്മുടെ ക്ലാസ് റൂമിൽ എല്ലാവർക്കും എന്താണ് അവകാശപ്പെട്ടതാണ് മെറ്റീരിയൽസ്, എനിക്ക് ഇവിടെ വരുമ്പോൾ മാത്രമാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് ഉള്ളത് എന്നവരെന്ത് ചെയ്യും, മനസ്സിലാക്കും. അത് നോർമലൈസേഷന്റെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കുന്നതാണ്. അവര് ആ വെയിറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ ആ ഒരു അവന്റെ ആ ടൈം ടേൺ ആവുന്നത് വരെയും അവരെന്ത് ചെയ്യും, നല്ല പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യും. അപ്പൊ അവന് ഏറ്റവും ഇഷ്ടമുള്ള മെറ്റീരിയൽ എന്താണ്, പിങ്ക് ടവർ ആണെന്ന് അസ്യൂം ചെയ്യും. എന്താണ് പിങ്ക് ടവർ ആണ്. സോറി മാം, ദാറ്റ് വൺ വാണ്ടിങ് ഓർ വെയിറ്റിംഗ്? അത് സെന്റൻസിൽ നിമ്മ വെയിറ്റിംഗ് എന്ന് പറഞ്ഞില്ല, അത് വാണ്ടിങ് അല്ല വെയിറ്റിംഗോ? ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞ ഫസ്റ്റ് സെന്റൻസ് ആണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ
ഫസ്റ്റ് enthusiasm and but only use അവിടെ നിന്ന് പറയുന്നത്. Always waiting one is very mistake അല്ലേ? ഓൾവേസ് വെയിറ്റിംഗ് അല്ല അവിടെ വാണ്ടിങ് എന്ന് ഉണ്ടായത് ചോദിച്ചിട്ട് ഞാൻ നിമ സബ്മിഷൻ ഓഫ് പ്രോസസ് അതല്ലേ പറയുന്നത്. അതെ അതെ അതെ. Okay, always wanting to post things is because has supplemented in his interest in them. Wanting. One minute, Dada. Enter the student security. Okay, da. അപ്പോ അത് വാണ്ടിങ്ങായിരിക്കും കേട്ടോ. വാണ്ടിങ്ങാണ്. ഓക്കെ. നോർമലൈസ്ഡ് കുട്ടിക്ക് ആ ഒരു മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. വാണ്ടിങ് ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുക എന്നുള്ള മീനിങ് ആണ്. അങ്ങനെ വന്നാൽ അവരുടെ ടേൺ ആവുന്നത് വരെയും അവരെന്ത് ചെയ്യണം? അതിന് വെയിറ്റ് ചെയ്തതായിട്ട് വരും. ഓക്കെ. നമുക്കൊരു മെറ്റീരിയൽ ഒരു പെയർ ഓഫ് മെറ്റീരിയൽ നമ്മുടെ ക്ലാസ്സിലുള്ളൂ എന്ന് വിചാരിക്കും. ഒരു പിങ്ക് ടവർ എന്ന് പറഞ്ഞാൽ ഒറ്റ മെറ്റീരിയൽ നമ്മുടെ ക്ലാസ്സിലുള്ളൂ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ആ ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാനത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കുട്ടി അത് വർക്ക് ചെയ്ത് തുടങ്ങി. സോ ആ കുട്ടി ആ വർക്ക് ചെയ്ത് തീരുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? അതിന് വെയിറ്റ് ചെയ്യും. ആ കുട്ടിയുടെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഞാൻ നല്ല പേഷ്യൻസോട് കൂടി എന്ത് ചെയ്യും? നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അത് ആ കുട്ടിയെ കംപ്ലീറ്റ് ചെയ്ത് അത് തിരിച്ച് ഷെൽഫിൽ വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു മെറ്റീരിയൽസ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ. സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻബിൽറ്റ് ചെയ്യാണ് നമ്മൾ നോർമലൈസ്ഡ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. എന്ന് വെച്ചാല് നമ്മള് ആദ്യം ചിലര് എന്താ പറയാ കുശാഗ്ര ബുദ്ധിയില് അല്ലെങ്കിൽ അത് നേടിയെടുക്കണം എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷെ നോർമലൈസ്ഡ് കുട്ടികൾക്ക് അവർക്ക് ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് നമ്മുടെ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ടോപ്സ് കാര്യങ്ങളൊന്നും ആർക്കും ഷെയർ ചെയ്യില്ല. മറ്റു കുട്ടികൾക്കൊന്നും ഷെയർ ചെയ്യുമ്പോൾ സിബ്ലിങ്സ് ആണെങ്കിൽ പോലും അവർക്ക് ഷെയർ ചെയ്യാം. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്ക് ആ ഒരു ഇന്റൻസ് ലവ് കാരണം അവർക്ക് ടേൺ ആവുന്നത് വരെയും അവർക്ക് അതിന് വേണ്ടി നല്ല പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യും. ആദ്യം നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഒരു കുട്ടി വരാണെങ്കിൽ അവർക്ക് ഈ മെറ്റീരിയൽസ് എല്ലാം എന്താണ് വീട്ടിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവർക്കത് വേണം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും. മേ ബി അവർക്കത് കൈവശം വെക്കണം എന്നുള്ള ചിന്തകളായിരിക്കും ആദ്യം ഉണ്ടാവുന്നത്. പിന്നീട് അവർ മനസ്സിലാക്കും നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ മെറ്റീരിയൽസ് നമ്മൾ ഇവിടെ വരുമ്പോൾ മാത്രമാണ് അത് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എനിക്ക് അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ള പോലെ തന്നെ മറ്റു കുട്ടികൾക്കും അതിന് ഈക്വൽ റൈറ്റ്സ് ആണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ മുതൽ കുട്ടി ആരായിട്ട് മാറും? നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. അപ്പോ ഒരു നോർമലൈസ്ഡ് ചൈൽഡ് ആണെങ്കിൽ അവരുടെ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു എന്താണ് അവർ മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ ടേൺ ആവുന്നത് വരെ അവരെന്തെയും വെയിറ്റ് ചെയ്യും. ഓക്കെ. ഈ വാണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹമാണ്. വെയിറ്റിംഗ് എന്ന് പറയുന്നത് വേറെ വേറാണ്. Okay. Then power to act from real choice and not from curiosity. ചില കുട്ടികൾ കളിപ്പാട്ടം വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കും അല്ലെ? ഇല്ല, ചില കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. പക്ഷെ അവർ ആ കളിപ്പാട്ടം വാങ്ങിച്ച് അത് കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോകും. സാധാരണ കുട്ടികളുടെ ഒരു ക്യാരക്ടറാണ്. അവർ എന്താണ് ഈ മെറ്റീരിയൽസ് വാങ്ങിക്കും, ആ കടയിലൊക്കെ അത് കാണുമ്പോൾ ഇഷ്ടത്തോടെ വാങ്ങിക്കും, പക്ഷെ അത് വീണ്ടും യൂസ് ചെയ്യാതിരിക്കും. അവരത് വീണ്ടും വാങ്ങിക്കില്ല. അപ്പൊ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നമ്മള് കണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ് ഇത്. അവർക്ക് റിയൽ ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള റിയൽ ചോയ്സ് എടുക്കാനുള്ള ഒരു എബിലിറ്റി, ആ പവർ അവർക്കുണ്ട് എന്ന് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. എന്ന് വെച്ചാല് ഇപ്പോ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരിയ മോണ്ടിസോറി ഒബ്സർവേഷനിൽ ഒത്തിരി എന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സും അതേപോലെ തന്നെ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസും ഒരു ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. കുട്ടികള്
മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തത്. എക്സ്പെൻസീവ് ടോയ്സ് അവർ സെലക്ട് ചെയ്തില്ല. അവർക്ക് എന്താണ് സെലക്ട് ചെയ്തത്? ആ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തത്. അതിൽ നിന്നാണ് ഈ പവർ ഓഫ് ടു ആക്ട് റിയൽ ചോയ്സ്. അത് റിയൽ ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട്, നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. ആ ജിജ്ഞാസയുടെ പുറത്ത് അവരൊന്നും ചെയ്യില്ല. അവര് ആ ക്യൂരിയോസിറ്റിയുടെ ബേസിലല്ല, അവർ റിയൽ ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ചോയ്സ് എടുക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്ട. എനിക്കൊരു എന്റെ ഒരു ലൈഫിൽ വന്നൊരു എക്സാമ്പിൾ ആണ്. സാധാരണ കടകളിൽ ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകും, ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ ഞാൻ മോൾക്ക് കളിപ്പാട്ടൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. എന്നെ സംബന്ധിച്ച് വാങ്ങിച്ചു കൊടുക്കാറില്ല. കാരണം കളിപ്പാട്ടം അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. അതേപോലെ ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട്. അതേപോലെ ബലൂൺസ്, ഹൈഡ്രോജൻ ബലൂൺ, അങ്ങനെ ഒരുപാട് ഇതുണ്ടല്ലോ കുട്ടികൾക്ക് അട്രാക്ട്. ഞാനിതൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. മോൾക്ക് നന്നായിട്ട് അറിയാം. അവള് എന്താ പറയാ, ഇതൊന്നും ഞാൻ വാങ്ങിച്ചു തരില്ല. അപ്പൊ ഒരു ദിവസം ഇതേപോലെ ഒരു ഫെസ്റ്റിവലിൽ പോയപ്പോ ആൽഫബറ്റ്സിന്റെ ഒരു ബോർഡ്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ആൽഫബറ്റ്സിന്റെ ബോർഡാണ്, എല്ലാ കുട്ടികളുടെ കയ്യിലുണ്ടാവും. അത് അവൾ തന്നെ സെലക്ട് ചെയ്ത് പറഞ്ഞു, എനിക്കിത് മതി അമ്മ, ഇതെനിക്ക് മതി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ആൽഫബറ്റ്സ് ആണ്. ഞാനപ്പോ എന്ത് വിചാരിച്ചു, ഞാൻ സാധാരണ അവളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കാത്തതാണ്. ബട്ട് ഞാനത് എന്ത് ചെയ്തു, വാങ്ങിച്ചു കൊടുത്തു. കാരണം അവൾ സെലക്ട് ചെയ്തത് റിയൽ ആയിട്ടുള്ള ചോയ്സ് ആയിരുന്നു. അതായത് സെലക്ട് ചെയ്തത് റിയൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. നോട്ട് ക്യൂരിയോസിറ്റിയുടെ ബേസിലല്ല അവളത് സെലക്ട് ചെയ്തെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്തു. സോ ഞാനത് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോ നമ്മുടെ കുട്ടികളെ റിയൽ ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അലൗ ചെയ്യണം. ചിൽഡ്രൻസ് ആർ നൗ ഫോഴ്സ്ഡ് ഇൻ ദർ ആക്ഷൻ ബൈ റിയൽ ചോയ്സ്. നമ്മുടെ കുട്ടികൾ, അവർക്ക് റിയൽ ചോയ്സ് എന്താണോ ആ ചോയ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഓൺ ലോങ്ങർ ബൈ നിയർ ഇൻഗ്വിസ്റ്റിക്. വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, മാജിക് ബുക്സ്. എന്നുവെച്ചാൽ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ ബേസിൽ വായിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ ആയിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റിയുടെ ബേസിൽ നമ്മളൊന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യാതെ റിയൽ ആയിട്ട് അവര് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം, ശീലിപ്പിക്കണം. ഓക്കെ, റിയൽ ചോയ്സുകളെ നമ്മുടെ കുട്ടികളെ സെലക്ട് ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക. ഓക്കെ, ഒന്നറിയില്ലേ നമുക്ക് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിങ്ക്റ്റും power to act from real choice and not from curiosity. നമ്മള് ആ ഉള്ളിലെ കണ്ടന്റ് എന്നുള്ളതല്ല നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട. ഒരു ക്യാരക്ടർ പറയുമ്പോൾ അതിന് പറയുന്ന മീനിങ് ഉൾക്കൊള്ളാൻ നോക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻട്രസ്റ്റ് ആണ്. ഒരു നോർമലൈസ്ഡ് ചൈൽഡിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനോട് അവന്
ഒത്തിരി എന്തായിരിക്കും അറ്റാച്ച്ഡ് ആയിരിക്കും, അവൾ ഒത്തിരി അതിനോട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതേപോലെ അവന് ഇന്റൻസ് ലവ് ആയിരിക്കും, അതായത് മെറ്റീരിയൽസ് ആയിട്ട് എന്താ പറയുക നല്ലൊരു ഇന്റൻസ് ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമായിരിക്കും. നോട്ട് ക്രൂഡിറ്റി. ക്രൂഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈമിലേക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്. അവർക്ക് അതിനോട് ചെയ്യാൻ ഇന്റൻസ് ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഇഷ്ടത്തിന് പുറത്തായിരിക്കും ഓരോ ആക്ടിവിറ്റീസും അവർ ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ആദ്യം നമ്മുടെ കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അത് കൈവശം വെക്കണം എന്ന് ആയിരിക്കും അവരുടെ ചിന്തയുണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അതവര് കണ്ടിന്യൂസ്ലി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് വരുന്നതിന്റെ ഭാഗമായിട്ട് അവര് അത് കണ്ട് മനസ്സിലാക്കുകയാണ്. മറ്റു കുട്ടികൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് അവർ കണ്ടിട്ട് അത് മനസ്സിലാക്കുകയാണ്. അവർക്കും ഇവിടെ വരുമ്പോൾ ഈ ഒരു എൻവയോൺമെന്റ് വരുമ്പോൾ മാത്രമാണ് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് അർഹതയുള്ളത്. അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് എല്ലാം ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ തന്നെയാണ്. ഇവിടെ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം, തിരിച്ച് കറക്റ്റ് പ്ലേസിൽ അത് റീപ്ലേസ് ചെയ്യണം. സോ അവർക്ക് ചിലപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് അവർക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു പീസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടേൺ വരെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വരും, വെയിറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പൊ നമ്മളുടെ ടേൺ ആവുമ്പോൾ നമ്മൾ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. ദെൻ പറഞ്ഞത് പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ റിയൽ ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ, അല്ലാതെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യാനായിട്ട് പാടില്ല. കുട്ടികൾ റിയൽ ആയിട്ട് ചോയ്സ് എടുക്കാനായിട്ട് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ ആ ഒരു എന്താ പറയാ എക്സ്പെൻസീവ് ടോയ്സും അതേപോലെ തന്നെ ദെൻ ആ പറഞ്ഞ മെറ്റീരിയൽസ് നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസും കൂടി പ്ലേസ് ചെയ്തപ്പോൾ കുട്ടികൾ സെലക്ട് ചെയ്തത് ഏതായിരുന്നു, നമ്മുടെ മെറ്റീരിയൽസ് ആയിരുന്നു. ഓക്കെ, ഈ 2 പോയിന്റ് ക്ലിയർ ആണോ? മാം നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ല മാം. മീൻസ് നിങ്ങൾ ഓൺ ഇത് അതെന്തെന്ന് മനസ്സിലായില്ല മാം. മീൻസ് എക്സാമ്പിൾ നിങ്ങൾ പറയുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടികൾ ചൂസ് ചെയ്യണോ, ബട്ട് അതെങ്ങനാന്ന് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പൊ പറയുന്ന ഈല പോയപ്പോ നിങ്ങൾ മാഞ്ചി കൊടുക്കാനില്ല, ബട്ട് അവള് അത് വേണം പറഞ്ഞിട്ട് പറയുമ്പോ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, അതായത് സംഭവം എന്ന് വെച്ചാല് സാധാരണ കളിപ്പാട്ടങ്ങളാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല. ഓക്കെ, സാധാരണ കളിപ്പാട്ടങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല. ടോയ്സ് അല്ലെങ്കിൽ അങ്ങനെ കളിപ്പാട്ടങ്ങൾ ചില ടോയ്സ് ഉണ്ടല്ലോ, നോർമൽ ആയിട്ടുള്ള ടോയ്സുകൾ, കിച്ചൺ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല. ബലൂൺസ് എന്താ പറയാ അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. ബട്ട് ഇത് ഒരു ആൽഫബറ്റ്സിന്റെ ബോർഡായിരുന്നു. സോ അവളത് സെലക്ട് ചെയ്തത് റിയൽ ആണെന്ന് തോന്നിയപ്പോൾ ഞാനത് വാങ്ങിച്ചു കൊടുത്തു എന്ന് ഉദ്ദേശിച്ചു. Again confusion. What is the difference, ma'am? What is the difference? If നമ്മളിപ്പോ കിച്ചൺ സെറ്റ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ പറയുമല്ലോ, അതില് അവരുടേതായ മീൻസ് ഇപ്പൊ പ്രീ സ്കൂൾ പിള്ളേർ അവരുടേതായ ഓൺ വേർഡ്സിൽ ഉണ്ടായിട്ട് അവര് ആ കിച്ചണിൽ എന്ത് ചെയ്യാന്ന് അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് വിചാരിച്ചിട്ട് അതിൽ ചെയ്യും. സെയിം ആൽഫബറ്റ് ബോർഡ് ഈസ് ഓൾവേസ് ഇത് ടീച്ചേഴ്സിന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും, ഇത് ABCD ആൽഫബറ്റ് ആയിട്ടുണ്ടാവും, അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ കിച്ചൺ സെറ്റ് പറഞ്ഞെങ്കിൽ അവർ ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ സ്വന്തം ഇൻട്രസ്റ്റിൽ അവര് കളിക്കൂലേ. അപ്പൊ കുട്ടികളെ എല്ലാ ഭാഷകളും ഉണ്ടാവില്ല, എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ വാശി പിടിക്കുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ വാശികൾ സമ്മതിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാ ഭാഷകളും അങ്ങനെ അലോ ചെയ്യാറില്ല. ജസ്റ്റ് അവന്ന് സെലക്ട് ചെയ്തപ്പോ അതെനിക്ക് റിയൽ ചോയ്സ് ആണ് തോന്നിയപ്പോ ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. മിസ് ഉദ്ദേശിച്ചത് കുട്ടിക്ക് ആ പ്രായത്തില് ആവശ്യം വരുന്ന ഒരു ടോയ്സ് ആണ്. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ ആൽഫബറ്റിക് ആയിട്ടുള്ള ഒരു ബോളാണ് എടുത്തതെന്ന്. അപ്പൊ അത് ആ പ്രായത്തില് എടുത്തോന്നാലും അവർക്ക് കളിച്ച് വെറുതെ വേസ്റ്റ് ആവൂല. അതിനെ കുറിച്ച് കൂടുതൽ കൂടി അറിയാനായിട്ട് അതിൽ നിന്ന് പഠിക്കാനായിട്ട് കുട്ടിക്ക് പറ്റും. അപ്പൊ നമുക്കത് വാല്യൂ ഉണ്ട്. അതാണല്ലേ, അതില്ലേ ഉദ്ദേശിച്ചത് മിസ്? അതാണ് ഉദ്ദേശിച്ചത്. കാരണം ഓക്കെ മാം, അപ്പൊ നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടോ? കുറച്ച് കാറ്റസ്ട്രിക്സ് പറയുമ്പോഴേ ഇത്തിരി നമ്മള് പഴയ ഒരു കാലത്ത് നിന്നിട്ട് ചിന്തിക്കണം.
കാരണം ഇന്നത്തെ കുട്ടികളോട് പറയുന്ന രീതിയിലല്ല മോണ്ടിസോറി എത്ര വർഷം മുമ്പാണ് ഈ ഒരു മെത്തേഡ് ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ കുട്ടികൾ ഇപ്പൊ ലവ് ഓഫ് റിപ്പീറ്റേഷൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല 42 ടൈംസ് ആ കുട്ടി ആ ഒരു നോവൽ സിലിണ്ടേഴ്സ് റിപ്പീറ്റ്ലി ചെയ്ത് നോക്കി. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കുട്ടികൾ പെട്ടെന്ന് ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒത്തിരി ഡിസ്റ്റർബൻസ് ചുറ്റും ഉള്ളതുകൊണ്ട് തന്നെയാണ്, ഫോൺ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മേ ബി അങ്ങനെ വരില്ല. അപ്പൊ നമ്മള് മെത്തേഡ് പറയുമ്പോൾ നമ്മൾ അതിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ എടുക്കുന്നത് ഒബീഡിയൻസ് ആണ്. നമ്മള് സാധാരണ നോർമൽ സ്കൂളുകളില് CBSE സ്കൂളിലൊക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് അനുസരണം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അനുസരണം ഭയങ്കര ഒബീഡിയന്റ് ആയിട്ട് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് അത് കമ്പൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കുട്ടി അവരുടെ ടേബിൾ മേൽ ഒന്ന് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം. അവരുടെ സീറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേക്കാൻ പോലും നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് ടീച്ചറുടെ പെർമിഷൻ നമ്മൾ വാങ്ങിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് എഴുന്നേക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നമ്മൾ എന്താ പറയാ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂം, എൻ്റെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്. ആ ഫുൾ ഫ്രീഡം അലോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരത് എന്ത് ചെയ്യുന്നില്ല, മിസ്യൂസ് ചെയ്യുന്നില്ല. അവര് എന്ത് ചെയ്യാണ്, ആ ഒരു ഫ്രീഡം അവർ എൻജോയ് ചെയ്യാണ്. അതേപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഫുൾ നമ്മൾ ഫ്രീഡം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് എന്താ പറയാ ഇപ്പൊ ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം അവർ നല്ല രീതിയിൽ കറക്റ്റ്ലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ റിമാർക്കിൽ ഒബീഡിയന്റ് ആയിരിക്കും, അനുസരണമുള്ള കുട്ടികളായിരിക്കും. ഇപ്പോ മോണ്ടിസോറി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഒരു കുട്ടീനോട് ചോക്ക് എടുത്തിട്ട് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ കുട്ടി കറക്റ്റ് ആയിട്ട് പിക്ചർ വരച്ചു. സോ അവര് എന്നുവെച്ചാൽ നമ്മളവിടെ ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇവിടെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം, നിങ്ങൾ ഇന്റർവെൽ ടൈമിൽ മാത്രമാണ് പുറത്തേക്ക് പോകേണ്ടത്, ഇത്ര ടൈമാണ് ഇന്റർവെൽ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ റൂൾസോ റെഗുലേഷൻസോ എവിടെയില്ല, മോണ്ടിസോറി ക്ലാസ് റൂമിലില്ല. മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമുക്ക് കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാനും മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും ആ മെറ്റീരിയൽസ് വെച്ച് വർക്ക് ചെയ്യാനും വർക്ക് ചെയ്തതിനു ശേഷം അവർക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള ഫ്രീഡം ഫോർ മൂവ്മെന്റ് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾ ആരും എന്ത് ചെയ്യുന്നില്ല, എന്താ പറയാ ഡീവിയേറ്റഡ് ആവുന്നില്ല. അപ്പൊ ആ ഫ്രീഡം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. ഫുള്ളി ആ ഫ്രീഡം അവർ എന്ത് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു. അവർക്ക് അവർ ഫ്രീഡം കിട്ടുമ്പോൾ അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അത് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് സ്വയമേ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂമിൽ മാത്രം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ക്ലാസ് റൂമിൽ ഇപ്പൊ കുറെ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഗാർഡനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീലി വിത്തൗട്ട് പെർമിഷൻ ഇതേ ക്ലാസ് ചെയ്ത് ഗാർഡനിലേക്ക് പോവാം, വരാന്തയിൽ പോയി നിൽക്കാനായിട്ട് പറ്റും. അവിടെ ഫുൾ ഫ്രീഡം. അതിന്റെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. ഗാർഡൻ അതേപോലെ ഈ വരാന്തകളൊക്കെ എന്താണ് മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. അവർ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നേച്ചറിനോട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗാർഡൻ കാര്യങ്ങളൊക്കെ അവര് ആ ഒരു കൺസെപ്റ്റ് ഒക്കെ അവര് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കൂടുതൽ കുട്ടികൾ എന്താവാണ്, അവർ കൂടുതലായിട്ട് നമ്മളോട് ഒബീഡിയന്റ് ആവാണ്. നമ്മള് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനോ കാര്യങ്ങളോ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ റിമാർക്കബിളി ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. ആദ്യം മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഒരു കുട്ടി വരാണെങ്കിൽ മേ ബി ഒബീഡിയന്റ് ആയിരിക്കില്ല, ഡിസിപ്ലിൻ ആയിരിക്കില്ല, അവർ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കില്ല. റിപ്പീറ്റ്ലി അവരെ കൊണ്ട് നമ്മളെ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ അവര് ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അറ്റാച്ച് ആവും. അങ്ങനെ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാല് become more obedient. അവര് ഒബീഡിയന്റ് ആയിട്ട് മാറും. മനസ്സിലായോ? ആ പോയിന്റ് ഒന്ന് വായിക്കോ. ആ ഒബീഡിയൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റില് മാത്രമല്ല ഇതിന്റെ കണ്ടന്റ് ഉൾക്കൊള്ളുന്നത് കേട്ടോ. അതിന് എന്താ പറയാ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഒരുപാട് മീനിങ് ഉണ്ട് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കോ ഒബീഡിയൻസ്. അതിലൂടെ റീഡ് ചെയ്യോ.
ഒരു 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ഒബീഡിയൻസ് ക്ലിയർ ആയോ? അതിലൊരാൾ റീഡ് ചെയ്തോ അത്? ഇല്ലല്ലോ. ഞാൻ റീഡ് ചെയ്യാം മിസ്. ഓക്കെ. Obedience. These normalized children are remarkably obedient. Through work, children endure the various stages in the development of will. അവരെ വർക്ക് ചെയ്യുന്നതിലൂടെ അവര് എന്തായിട്ട് മാറും? ഓരോ സ്റ്റേജസിലൂടെ അവർക്ക് ആ ഒരു ഒബീഡിയൻസ് അവർക്ക് അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നു. നോർമലൈസ്ഡ് ചിൽഡ്രൻസിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇത്, ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം നമ്മൾ ഗ്രാന്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മള് എന്താണ് ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു വർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഗൈഡ് ചെയ്യുള്ളൂ. അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ആരും തന്നെ ചെയ്യേണ്ടി വരും. കുട്ടികൾ തന്നെ സ്വയമേ ഒരു വർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ ചെയ്യുന്നവർ. ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് അലോ ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റ് മെയിൻ എയിം എന്ന് വെച്ചാൽ തന്നെ ഫുൾ ഫ്രീഡം കൊടുക്കാം. നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കാം. അവർക്ക് അതിനനുസരിച്ച് അവർക്ക് സ്വയമേ അതെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്ന വിചാരിക്കും കുട്ടികൾ ഫുള്ളും എന്താണ് ഇൻഡിപെൻഡന്റ് ആവില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം അവർ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യും. ആ ഫ്രീഡം യൂട്ടിലൈസ് ചെയ്ത് അവരെ വർക്കുകൾ സ്വയമേ ചെയ്യാനായിട്ട് തുടങ്ങി. നോക്കാം കേട്ടോ. The whole aim of Montessori method contain, among other things, the child gather as much independence as is possible for him to acquire at each stages of development. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ വേണ്ട ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് ഒരു കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ അവർക്ക് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ നമ്മൾ കുട്ടിയെ കൂടുതലായിട്ട് ഇൻഡിപെൻഡന്റ് ആക്കും. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ മോർ എന്താണ് ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അവരുടെ ഓരോ വർക്കുകൾ സ്വയമേ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ അങ്കിത പറഞ്ഞ പോലെ കിച്ചൺ നമ്മളത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് കിച്ചണിൽ എങ്ങനെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ റിയൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. റിയൽ ആയിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് വാട്ടർ പോർ ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്യണം, അങ്ങനെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില്. അതേപോലെ എങ്ങനെ ഷൂ ലേസ് ഇടണം, ബട്ടൺസ് എങ്ങനെ ഇടണം, സിബ് എങ്ങനെ ഇടണം, അതേപോലെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടികളെ എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. സോ അവർ കൂടുതൽ പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആവും. അവർക്ക് മറ്റൊരാളെ എപ്പോഴും ഒരു 3 years അല്ലെങ്കിൽ 4 years ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും അത്ര ഇൻഡിപെൻഡന്റ് അല്ല. എല്ലാ കാര്യങ്ങളെയും അമ്മമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ കാണാറ്. ഇന്നില്ല എന്നല്ല, എന്നാലും കൂടുതലും നമ്മൾ എന്താണ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കുട്ടികളെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് കൊടുക്കണം. ഈവൻ ഈ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് പോലും അറേഞ്ച് ചെയ്യാനായിട്ട് ആർക്കറിയില്ല? കുട്ടികൾക്ക് അറിയില്ല.
ഇന്നത്തെ കുട്ടികൾക്ക് ഒരു 5 or 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല. കുറേ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ആര് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്, പാരന്റ്സ് അല്ലെങ്കിൽ മദർ തന്നെ ചെയ്തു കൊടുക്കുന്നത്. സോ നമ്മൾ മോൺസറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരെ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ, അവരെ റിലേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എന്ത് മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് അവർക്ക് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതേപോലെ അങ്ങനെ നമ്മൾ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷനിൽ നമുക്ക് അവർക്ക് വേണ്ട ഫ്രീഡം നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്. ആ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് അവർക്ക് പറ്റും. This directness must always follow the limit of our intervention. അതേപോലെ തന്നെ ഇനി അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പൊ ഒരു വർക്ക് ചെയ്തു അത് കംപ്ലീറ്റ് ആവാനായിട്ട് പറ്റിയില്ല, കംപ്ലീറ്റ് ആക്കിയില്ല, അപ്പൊ നമ്മുടെ ഫെസിലിറ്റേഴ്സ് ആയിരിക്കും അതിന് വേണ്ട ഡയറക്ഷനും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർഫിയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഫുൾ ഫ്രീഡം, ഒരു ആക്ടിവിറ്റി എന്തൊരു വർക്ക് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമുക്ക് ആർക്കും അലവ് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് അലവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടി ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്, അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചൈൽഡ് അല്ല. ത്രൂ നമ്മളെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വന്നപ്പോൾ ഈ കുട്ടി കൂടുതലായിട്ട് പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലായി. കുട്ടി എപ്പോഴും പാരന്റ്സ് എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് മനസ്സിലായി. ഇൻഡിപെൻഡന്റ് അല്ല കുട്ടിയുടെ മനസ്സിലായി, എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കുട്ടി ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി 4 years ഒക്കെ ആകുമ്പോഴേക്കും അവർ ഫുഡ് സ്വയമേ കഴിച്ചു തുടങ്ങണം. അപ്പൊ അവർ ഡിമാൻഡ് ചെയ്യും, നമ്മളെ ഫുഡ് എടുത്തു തരോ എന്നൊക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി എന്താണ്, ഇൻഡിപെൻഡന്റ് അല്ല. അവരെ ഫുഡ് കഴിക്കാൻ പോലും അവരുടെ പാരന്റ്സ് എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, അല്ലാതെ ട്രെയിൻ ചെയ്യിച്ചിട്ടില്ല അവരെ. അപ്പോ നമുക്ക് മനസ്സിലായി കുട്ടി എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കാന്നുള്ളത് നമ്മളുടെ ഒരു പാർട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. അപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ കൂടുതലായിട്ട് കുട്ടികൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മൾ അവരെ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ കുട്ടി പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഇടുന്നില്ല, ഷൂ ലേസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് പാരന്റ്സ് ആണ് വിടുന്നതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ ഉണ്ട്, ബട്ടണിങ് ഫ്രെയിമാണ്, ബട്ടണിങ് ഫ്രെയിം, സിബ് ഫ്രെയിം, ലേസ് ഫ്രെയിം, അതേപോലെ തന്നെ എന്താണ് ബക്കിൾ ഫ്രെയിം, ബെൽറ്റ് ഫ്രെയിം, ഇതെല്ലാം ഫ്രെയിമുകൾ യൂസ് ചെയ്ത് അവർക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ അവരെന്താണോ ചെയ്യുന്നത്, അവർ റിയൽ ആയിട്ട് ബട്ടൺസ് ഇടണം. ഇല്ലേ, റിയൽ വേൾഡിൽ അവർക്ക് ബട്ടൺസ് കറക്റ്റ് ആയിട്ട് ഇടണം. അപ്പൊ അവർ നോർമലി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ ഈ ബട്ടൺ ഫ്രെയിം യൂസ് ചെയ്യാണ്. റിപ്പീറ്റ്ലി ഇത് അവർ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് റിയൽ വേൾഡിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബട്ടൺസ് ഒക്കെ സ്വയമേ ഇടാൻ പറ്റില്ലേ. അപ്പൊ അവർ നമ്മളോട് പറയും, പാരന്റ്സിനോട് പറയും, വേണ്ട എനിക്കിതറിയാൻ ഞാൻ ചെയ്തോളാം. അപ്പൊ അവര് സ്വയമേ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റ് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യോ മാം? ഒരു കാര്യം ചോദിക്കട്ടെ മാം, ഈ ബട്ടൺ ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെയൊക്കെ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നിട്ടുണ്ടേ, അതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാനുള്ളതാണോ അതോ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അവിടെ വരുമ്പോ അവിടെ ചെയ്യിപ്പിക്കുകയാണോ? ബട്ടൺ ഫ്രെയിം ആക്ടിവിറ്റി ആയിട്ടൊന്നും തന്നില്ല. ക്ലാസ് റൂമിൽ ഈ മെറ്റീരിയൽസിനൊക്കെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, എഴുതി തന്നിട്ടില്ല. ഏതാ? അതിന്റെ ഡീറ്റെയിൽസ് തന്നു, അത് എഴുതി തുടങ്ങാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ 5th റെക്കോർഡിലാണ് ആ മെറ്റീരിയൽസ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. ഇമേജസ് പ്രിന്റ് എടുത്ത് പേസ്റ്റ് ചെയ്യേണ്ടത് 5th റെക്കോർഡിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇമേജസ് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. ഓരോ മെറ്റീരിയൽസ് ഉണ്ട്, ബട്ടറിംഗ് ഫ്രെയിം എന്ന് പറയുന്ന ടോപ്പിക് വരുമ്പോൾ ആ ഒരു മെറ്റീരിയൽ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് അതവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോ എത്ര മെറ്റീരിയൽസ് ചെയ്തു? ഞാൻ പറഞ്ഞ കൺട്രോൾ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതിൽ എത്ര ചെയ്തിട്ടുണ്ട്? പിങ്ക് കവർ ചെയ്തോ? ഇല്ലല്ലോ. ഇല്ല, അതൊന്നും ചെയ്തില്ല. കളറിംഗ് ബോക്സ് ചെയ്തോ?
ആക്ടിവിറ്റികളെ ചെയ്തോളൂ. ആക്ടിവിറ്റീസ് തന്നെ ചോദിക്കുന്നത്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, സാൻഡ് പേപ്പർ നമ്പേഴ്സ്, ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട്. പിന്നെ അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, അനിമൽസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി അടുത്തൊരു മെറ്റീരിയൽ ആണ് ഫ്രെയിംസ്. കുട്ടികള് പ്രാക്ടിക്കൽ ലൈഫ് എന്താ പറയാ, പ്രാക്ടിക്കൽ ലൈഫ് ഫീൽഡിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഫ്രെയിംസുകൾ കേട്ടോ. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് 8 ഫ്രെയിംസ് ആണ് ഉള്ളത് കേട്ടോ. 8 ഫ്രെയിംസുകളാണ് മെയിൻ ആയിട്ട് ഉള്ളത്. അതില് നമ്മൾ ആദ്യം നോക്കുന്നത് ചിലത് റിപ്പീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഷൂലേസിന്റെ പല ഡിവിഷൻ അത് കാണിക്കുന്നുണ്ട്. 1 മിനിറ്റ്. നോക്കുക കേട്ടോ, ഇതാണ് മോണ്ടിസോറിയിലെ പ്രാക്ടിക്കൽ ലൈഫ് ഫീൽഡിൽ വരുന്ന ഫ്രെയിമുകൾ. നമ്മളിപ്പോ കാണുന്നതാണ് ഫ്രെയിംസുകൾ. ഇതിൽ ആദ്യം കാണുന്നതാണ് സിഡ് ഫ്രെയിം എന്ന് പറയും. എന്ത് ഫ്രെയിമാണ്? സിഡ് ഫ്രെയിം. ഓക്കെ, രണ്ടാമത്താണ് വെൽക്രോ ഫ്രെയിം. വെൽക്രോ നമ്മള് ചപ്പലിലെങ്കിലും ഒട്ടിക്കൂലെ, വെൽക്രോ പ്രസ് ചെയ്ത് വെക്കുന്നത്, വെൽക്രോ ഫ്രെയിം. പിന്നെ ഹുക്ക് ഫ്രെയിം കാണുന്നുണ്ട്. ദെൻ നിങ്ങള് ഇതാണ് ഷൂ ലേസിന്റെ ഫ്രെയിം. എന്താണ്? ലേസ് ഫ്രെയിം എന്ന് പറയും. പിന്നെ ഈ ഒരു ഇമേജിൽ കാണുന്ന ബെൽറ്റ് ഫ്രെയിം ആണ്. ബെൽറ്റ് ഫ്രെയിം. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്തിനും യൂസ് ചെയ്യുന്നുണ്ട്? പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഇത് നമുക്ക് സ്വയമേ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഒരു നമ്മള് അത്യാവശ്യം പഴയ തുണിയില്ലേ, അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ബട്ടൺസ് നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബട്ടൺ ഫ്രെയിം, അതിന്റെ നല്ലൊരു കോഡ് കൊടുക്കുകയാണെങ്കിൽ ബട്ടൺ ഫ്രെയിം ആവും. അല്ലെങ്കിൽ നമുക്ക് ഈ വുഡൻ പീസുകൾ വാങ്ങിക്കാൻ കിട്ടും. വുഡൻ പീസുകൾ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ക്രാഫ്റ്റിന്റെ ഒക്കെ കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഗ്ലോ ഒക്കെ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്രെയിം ആയിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബട്ടൺസ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും? ബട്ടൺ ഫ്രെയിം ആയിട്ട് മാറും. ഓക്കെ, ടഫ് ആണെങ്കിൽ വേണ്ട, തയ്ക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അറിയോ? തയ്ക്കാനൊക്കെ അറിയോ? അറിയോ? അത് പറഞ്ഞോടാ. തയ്ക്കാനൊക്കെ അറിയുന്നവർക്ക് അത് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബട്ടൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പഴയ ഷർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കോളർ കട്ട് ചെയ്ത് കളയാം. കോളർ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയറിന്റെ പീസിൽ അത് നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റിച്ച് ചെയ്ത് കൈ കൊണ്ട് തുന്നിയിട്ടായാലും ഒരു സ്ക്വയർ പോലെ, ഒരു ഫ്രെയിം പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ഈ ഫ്രെയിം. അതൊക്കെയാണോ? അത് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞ ഫ്രെയിമിന്റെ പേര് എന്താണ്? ബട്ടണിങ് ഫ്രെയിം കേട്ടോ. എന്താണ് ഫ്രെയിമിന്റെ പേര്? ബട്ടണിങ്. ഓക്കെ, ബട്ടണിങ് ഫ്രെയിം കുട്ടികൾ എങ്ങനെയാണ് ബട്ടൺസ് പ്ലേസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. കൂടുതലായിട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രെയിംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അവർ ഹാൻഡ് അല്ല യൂസ് ചെയ്യുന്നത്, ഈ 3 ഫിംഗേഴ്സ് ആയിരിക്കും അല്ലെ ബട്ടൺസ് ഇടാനും ഇതിനൊക്കെ വേണ്ടി ക്ലോസ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോക്ക് ചെയ്യണം, എങ്ങനെ അൺലോക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഫ്രെയിംസ് തരാണ്. ഫസ്റ്റ് പറയുന്ന ഫ്രെയിം ഏതാണ്? മാം ഇത് ഞമ്മ ചെയ്യേണ്ടത് ഫസ്റ്റ് പറഞ്ഞത് ബട്ടണിങ് ഫ്രെയിമോ? ബട്ടണിങ് ഫ്രെയിം ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. കമ്പൽസറിയാ? അല്ല അല്ല അല്ല. ഓക്കെ. പക്ഷേ നിങ്ങൾ വൈവയുടെ ടൈമിൽ ചോദിക്കലുണ്ടോ? എന്താണ്? വൈവ ടൈമിൽ ഇത് ചോദിക്കോ? മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് കാണിക്കേണ്ട വരുമല്ലോ.
അതന്നെ മാം. അപ്പൊ ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടി വരും? അങ്ങനെ വെച്ചാല് നമുക്കിപ്പോ ചിലപ്പോൾ ഒരു 5 ഫ്രെയിമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു 3-4 ഫ്രെയിം ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ കമ്പൽസറി ആയിട്ട് 3-4 ഫ്രെയിം ചെയ്താൽ മതി. 8 ഏതായാലും 4 ഫ്രെയിം ചെയ്തിട്ട് വെച്ചാലും മതി. മതി. അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫ്രെയിംസ് ആണ് ബട്ടൺ ഫ്രെയിം, ഷൂ ലേസ്. ചില കുട്ടികളെ ലേസ് ഫ്രെയിം ചെയ്യാറുണ്ട്. പറഞ്ഞോടാ ആര്യ. ഒരു ഫ്രെയിം മതിയോ? ഈ 8 എണ്ണത്തിന് 8 ഫ്രെയിം വേണോ? വേണ്ട, ഒരു ഫ്രെയിം മതി, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു ഫ്രെയിം ചെയ്തിട്ട് ഈ ബട്ടണ് സിബ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിലെ ഫ്രെയിമിൽ ചെയ്ത് കാണിച്ചാൽ മതിയായിരിക്കുമല്ലോ. മതിയേടാ. ഓക്കെ മാം, താങ്ക് യു. ദെൻ ലേസ് ഫ്രെയിം ഉണ്ട്, നമ്മളെ ഷൂ ലേസിന്റെ ഫ്രെയിമില്ലേ, കാണിച്ചു തരാം. ഇതാണ് ലേസ് ഫ്രെയിം. ആര്യ പറഞ്ഞത് ഒരു ക്ലോത്തിൽ തന്നെ ഇത് 8ഉം കാണിച്ചു തന്നാൽ മതിയാന്ന് ചോദിച്ചത് മാം. അല്ല ആര്യ? ഒരു ഫ്രെയിമിന് 8 എണ്ണവും കാണിച്ചാൽ മതി. ഒരു ഹോളില് 8 മെറ്റീരിയൽസ് കാണിച്ചാൽ മതി എന്നാണ് ആര്യ ചോദിച്ചത്. അതായത് ഒരു ഫ്രെയിം വെച്ചിട്ട് ഈ ക്ലോത്ത് 8 എണ്ണം, 8 ക്ലോത്ത് നമുക്ക് ഇപ്പൊ ബട്ടൺ കാണിച്ചിട്ട് അടുത്ത് സിബ്, അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഫ്രെയിം കാണിച്ചു തരാം. 1 മിനിറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ നമുക്ക് ഫ്രെയിം? 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. ഞാൻ ഫ്രെയിം ഇപ്പൊ കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നൊക്കെ പറയണം കേട്ടോ. ഓക്കെ, ഇതാണ് ബട്ടൺ ഫ്രെയിംസ്. കാണാൻ പറ്റുന്നില്ലേ? മെയിൻ സ്ക്രീൻ ചെയ്യാമോ? മെയിൻ സ്ക്രീൻ മനസ്സിലായില്ല. നിമ PDF ഷെയർ ആക്കുന്ന സ്ക്രീനിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ബട്ടൺ ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയാണ് ബട്ടൺ ഫ്രെയിം? നമുക്കിത് നിങ്ങളിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് 2 സ്ക്രൂ, അതായത് ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ബട്ടൺ ഫ്രെയിം മാറ്റിയിട്ട് നെക്സ്റ്റ് ഫ്രെയിം നമുക്ക് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണിത്. ഇത് ബട്ടൺ ഫ്രെയിം ആണ്. നെക്സ്റ്റ് വരുന്നത് ബക്കിൾ ഫ്രെയിം ആണ്. ബക്കിൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോ. കണ്ടോ ബക്കിള്? നമുക്കിത് പഴയ ബാഗോ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് കളക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് ബക്കിൾ ഫ്രെയിം ആവും. ഓക്കെ മിസ്, അതിന്റെ ബാക്ക് സൈഡ് കാണട്ടെ, മറുവശം. ഫ്രെയിമിന്റെ മറുവശം കാണട്ടെ, ബാക്ക് സൈഡ്. എടാ, അത്
ഫ്രെയിമിന്റെ ബാക്ക് സൈഡ് ലാടാ. ഇത് ഓരോന്നും ഓരോ രീതിയിലാണ്. ഇപ്പൊ ഞാൻ ഓൺലൈനിൽ കാണിച്ചു തരാണെങ്കിൽ ഇതേപോലെ ആയിരിക്കില്ല ബക്കിൾ ഫ്രെയിം ഇരിക്കുന്നത്. ഫുള്ളി ഇതായിരിക്കും. ഞാൻ വേണ്ടി കാണിച്ചു അടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ബക്കിൾ ഒരെണ്ണം ഏതെങ്കിലും ഒരു ബക്കിള് മതി. നിങ്ങൾക്ക് അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മുടെ വീട്ടിലടുത്ത് നമുക്ക് ചിലപ്പോൾ എപ്പോഴും ബക്കിളൊക്കെ കിട്ടണമെന്നില്ലല്ലോ. നോക്കിയിട്ട് നമുക്ക് അനുസരിച്ച് മതി. ഇനി നമ്മൾ കാണിക്കുന്ന ഫ്രെയിംസ് ഒക്കെ ഫ്രെയിം ഇല്ല, ക്ലോത്ത് മാത്രമാണ്. അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രെയിംസിന്റെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സിപ്പ് ഫ്രെയിം ആണ്. ഇതുണ്ടാവും ഇവിടെ നമുക്ക് ആ ഫ്രെയിം നേരത്തെ കാണിച്ച ഫ്രെയിം റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലോത്ത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സിപ്പ് ഫ്രെയിം. ഇനി സിപ്പ് ഓക്കെ അല്ലേ മാം? ഇത് സിഗ്സാഗ് സിപ്പല്ലോ, ഇത് സിഗ്സാഗ് സിപ്പല്ലോ. മറ്റേ നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സിപ്പ് ഓക്കെ അല്ലോ. നമ്മൾ സൽവേഴ്സിലെല്ലാം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം മതിയോ? മതി. കാരണം ഇത് ഓർഡർ ചെയ്തേടാ നമ്മള് വാങ്ങിച്ചതാണല്ലോ. ഫ്രെയിം ആയിട്ടും അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ കാണിക്കുന്നത് ലേസസ് ആണ്. ഷൂ ലേസിന്റെ ഫ്രെയിം ആണ്. ഷൂ ലേസിന്റെ ഫ്രെയിം ആണ്. ഇത് കുട്ടികളെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ലേസ് ഫ്രെയിം ആണിത്. ചില കുട്ടികൾ ഷൂവിന്റെ പിക്ചർ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട് ഒരു ലേസും കൂടി സെറ്റ് ചെയ്യാറുണ്ട്. ഷൂ ലേസ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഷൂ പോലെ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കും. ഷൂവിന്റെ ഒരു ഇമേജ് പോലെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ലേസും കൂടി അതിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയും ഫ്രെയിം ചെയ്ത കുട്ടികളുണ്ട്. ഇതാണ് ഷൂ ലേസിന്റെ ഫ്രെയിം. ഞാൻ ഏതാ ചെയ്തിരിക്കുന്നത് ശരിയായിട്ടില്ല. നമുക്കത് പല രീതിയിലും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ദെൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള നെക്സ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് വെൽക്രോ ഫ്രെയിം ആണ് കേട്ടോ. വെൽക്രോ എന്ന് പറയുന്നത് നോക്കട്ടോ, കണ്ടോ? നമ്മൾ ചപ്പൽസിലൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് വെൽക്രോ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലാക്കും വൈറ്റും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഐഡന്റിഫൈ ആയോ? നമുക്കിങ്ങനെ വെൽക്രോ പണ്ടൊക്കെ ഇടെങ്ങനെ പറയുന്നത് അറിയാം, ഈ ചറപ്പറ പറയല്ലേ. ഇതാണ് വെൽക്രോ ഫ്രെയിം കേട്ടോ. അപ്പം ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളിൽ പ്രാക്ടിക്കൽ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ റിയൽ വേൾഡിൽ ഓരോ ആക്ടിവിറ്റീസും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡിപെൻഡൻസ് മനസ്സിലായോ? ഞാൻ അവിടെ നിന്ന് വന്നില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയാണ്? എത്ര ഫ്രെയിം പറഞ്ഞു ഞാൻ? ബട്ടൺ ഫ്രെയിം മാത്രമല്ലേ പറഞ്ഞോളൂ. ഞാൻ ഫ്രെയിമുകളുടെ പേരൊക്കെ പറയാം. നിങ്ങളുടെ അവൈലബിലിറ്റിയും ടൈമും നോക്കിയിട്ട് നിങ്ങൾ ഫ്രെയിംസ് പ്രിപ്പയർ ചെയ്താൽ മതി. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഫ്രെയിം ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ചിലപ്പോൾ തയ്യൽ മെഷീൻസും അല്ലെങ്കിൽ തയ്ക്കാൻ അറിയുന്നവരായിരിക്കാം. അതേപോലെ തന്നെ അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ബട്ടൺ ഫ്രെയിം കാണിച്ചു, ദെൻ വെൽക്രോ ഫ്രെയിം കാണിച്ചു. വെൽക്രോ സിപ്പ്, ഷൂ ലേസ്. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തിട്ടെ കേട്ടോ. വെൽക്രോ കാണിക്കുന്ന ഫ്രെയിംസ്. ഒരു മിനിറ്റ് കേട്ടോ, ഇത് വരുന്നില്ല, ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. 1 മിനിറ്റ്. വെൽക്രോ ഫ്രെയിം. തേർഡ് വന്ന് ലേസ് ഫ്രെയിം കാണിച്ചു. ലേസ് ഫ്രെയിം കാണിച്ചു. ദെൻ ഫോർത്ത് വന്ന് സിപ്പ് ഫ്രെയിം കാണിച്ചു. സിപ്പ് ഫ്രെയിം കാണിച്ചു. ദെൻ 5 വന്നല്ലോ ബക്കിള് ഫ്രെയിം കാണിച്ചിട്ടുണ്ട്. ഞാൻ ക്ലിയർ ഷെയർ ചെയ്തിട്ട് 1 മിനിറ്റ്.
ബക്കിൾ ഫ്രെയിം. ബക്കിൾ ഫ്രെയിം ഒക്കെ ചിലപ്പോ ഒരു പീസ് ഒക്കെ കിട്ടിയാൽ അത് ചെയ്താൽ മതി കേട്ടോ. ബക്കിൾ ഫ്രെയിം കേട്ടോ. ഇതാണ് ബക്കിൾ ഫ്രെയിം. നമ്മൾ കണ്ടല്ലേ ബക്കിൾ ഫ്രെയിം. ഇനി ബെൽറ്റ് ഫ്രെയിം ഉണ്ടടാ. ബെൽറ്റ് ഫ്രെയിം ഉണ്ട്. നമ്മള് പഴയ ബെൽറ്റിന്റെ ഒക്കെ കംപ്ലൈന്റ് ആയിട്ടുള്ള ബെൽറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതിന്റെ ആ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെൽറ്റ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്താണ് ബെൽറ്റ് ഫ്രെയിം കേട്ടോ. ബെൽറ്റ് ഫ്രെയിം കഴിഞ്ഞാൽ 7th പ്രസ് ബട്ടൺ ഫ്രെയിം കണ്ടിട്ടുണ്ടോ? പ്രസ് ബട്ടൺ കണ്ടിട്ടുണ്ടോ? പ്രസ് ബട്ടൺ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫ്രെയിം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, പ്രസ് ബട്ടൺ കണ്ടിട്ടുണ്ടോ? കുഞ്ഞി കുട്ടികളുടെ ഉടുപ്പിലുള്ളത് പ്രസ് ബട്ടൺ ആയി. ഇപ്പോഴത്തെ കുഞ്ഞി കുട്ടികളുടെ ഉടുപ്പിലൊക്കെ വരുന്നൊരു ഇതാണ് പ്രസ് ബട്ടൺ എന്ന് പറയുന്നത്. ബട്ടൺ നോക്കണ്ട. അതേതാണ് പ്രസ് ബട്ടൺ ഫ്രെയിം കേട്ടോ. ഓക്കെ ആണോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ലാത്തല്ലോ പ്രസ് ബട്ടൺ ഫ്രെയിം ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു തയ്യൽ കടയിൽ പോയി കഴിഞ്ഞാൽ അവർ ചെയ്തുതരും, പ്രസ് ബട്ടൺസ് ചെയ്തുതരും. ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ക്ലോത്ത് നല്ല രീതിയിൽ പഴയ ക്ലോത്ത് ഉണ്ടെങ്കിൽ പ്രസ് ബട്ടൺ ഉള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു ഫ്രെയിം പോലെ അറേഞ്ച് ചെയ്താലും മതി. അത് ചെയ്യാൻ പറ്റില്ലേ? ദെൻ ഹുക്ക് ഫ്രെയിം ആണ്. അടുത്താണ് ഹുക്ക് ഫ്രെയിം. ഹുക്ക് ബട്ടൺ ഫ്രെയിം കേട്ടോ. നമ്മൾ ഹുക്ക് ഫ്രെയിം നിങ്ങൾ ഹുക്ക് കണ്ടിട്ടുണ്ടാവും. ഡിഫറെന്റ് മോഡൽസിലുള്ള ഹുക്ക് ഉണ്ട്. ഇത് ഹുക്ക് കണ്ടിട്ടില്ലേ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? പിള്ളേർക്ക് സ്കേർട്ടിലുണ്ടാന്ന് യൂണിഫോം സ്കേർട്ടിലുള്ളത്. ഓക്കെ, നമ്മള് പാന്റ് യൂണിഫോം പാന്റിലൊക്കെ ഉള്ള ഹുക്കില്ലേ, അങ്ങനെ നമുക്ക് ടോട്ടലി 8 ഫ്രെയിംസ് ആണ് പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്നത്. ഫ്രെയിംസിന്റെ സെഷനിൽ 8 ഫ്രെയിംസ് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യിക്കുമ്പോൾ അവര് റിയൽ വേൾഡിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവർ എവിടെ പഠിക്കുന്നത്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ പഠിക്കുന്നത്. സോ അവർക്ക് സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇന്ന് എടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാല് അധികം എടുത്തിട്ടില്ല, 4 പോയിന്റ് എടുത്തിട്ടുള്ളൂ. Submission of possessive instinct, power to act from real choice, not from curiosity, obedience, independence and initiatives. ഇത്രയാണ് ഞാൻ എടുത്തത്. ക്ലിയർ ആണോ എല്ലാവർക്കും? കാരണം നമ്മൾ പോകുന്നത് ടഫായിട്ടുള്ള പോർഷനിലൂടെയാണ്. ഇനിയിപ്പോ സൈക്കോളജി കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ടഫായിട്ടുള്ള പോർഷൻ ആണിത്. അത് ക്ലിയർ ചെയ്ത് തന്നെ പോവാ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ മാം ചെറിയ ഡൗട്ട് ഉണ്ട്. പറ്റവർ